സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് ഡെവോപ്സ് പോലെ തന്നെ ഡേറ്റാ സയൻസ് ആൻഡ് എഐയിലും ഈ ഒരു സമയത്ത് അവസരങ്ങൾ കണ്ടുവരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഡേറ്റ സയൻസും ഒരു വാസ്റ്റ് ഏരിയ ആണ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഡേറ്റ വിഷ്വലൈസേഷൻ, ഇപ്പോൾ ഒരു MBA കഴിഞ്ഞവർ അല്ലെ BCom കഴിഞ്ഞവരൊക്കെ ഒരു ഫിനാൻഷ്യൽ ഡേറ്റ അനലൈസ് ചെയ്യുക, ഒരു വിഷ്വലൈസേഷൻ അല്ലെ മാർക്കറ്റിങ്ങിലാണെങ്കിലും അവർക്ക് ഡേറ്റ എടുത്തിട്ട് അവർക്ക് വിഷ്വലൈസ് ചെയ്യണം. അപ്പം അതിന് വേണ്ട ടൂളുകൾ, ടാബ്ലോ പോലെയുള്ള ടൂളുകൾ അല്ലെങ്കിൽ പവർ BI, എക്സൽ പോലെയുള്ള ടൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ബേസിക് ലെവൽ ഒരു ഡേറ്റ വിഷ്വലൈസേഷൻ്റെ മോഡലാണ്. ഇനി അടുത്ത ഒരു ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും മെഷീൻ ലേണിംഗ്, ഒരു ഡേറ്റ സയന്റിസ്റ്റ് ആകുക, അല്ലെങ്കിൽ ഒരു AI എഞ്ചിനീയർ ആകുക. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഡേറ്റ ഒത്തിരി അവൈലബിൾ ആണ്. ഇപ്പം ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇപ്പം ഫിൻടെക് കമ്പനികൾ നമ്മൾ അറിയാം. അതുപോലെ തന്നെ എഡ്ടെക് കമ്പനികൾ ഇപ്പോൾ ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റുഡൻറ്റിനും കസ്റ്റമൈസ്ഡ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ലേണിംഗ് ട്രാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം. IPSR തന്നെ ഇപ്പോൾ ഒരു AI പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, QuestionPaper.ai എന്ന് പറയുന്നത്. നമുക്ക് സിലബസ് ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചേഴ്സിന് ജനറേറ്റ് ചെയ്ത് കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട്. ഓട്ടോ ജനറേഷൻ അവിടെ നടക്കുക. അപ്പോൾ ഇതുപോലെയുള്ള AI പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഡേറ്റയാണ് ഡേറ്റ സ്റ്റഡി ചെയ്തിട്ട് മെഷീൻ ലേണിംഗ് മോഡൽസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു AI എഞ്ചിൻ, ഫ്യൂച്ചറിൽ ഒരു AI എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുകയാണ് ഇന്ന് പല കമ്പനികളുടെയും അവർ എയിം ചെയ്തിരിക്കുന്ന അതാണ്. അപ്പം ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു കാലിബർ എന്ന് പറയുന്നത് ഒന്ന് മാത്തമാറ്റിക്കൽ സ്കിൽസ് വേണം, ഒരു ഡേറ്റ മൈൻഡ് സെറ്റ് അവർക്ക് വേണം. ഇപ്പൊ ഡേറ്റ വിഷ്വലൈസേഷൻ ഒക്കെ ആണെങ്കിൽ ഒരു കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷെ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ മെഷീൻ ലേണിംഗ് അല്ലെ AI എഞ്ചിനീയർ ഒക്കെ അല്ലെ ഡേറ്റ സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് വരുമ്പോഴേക്കും പ്രോഗ്രാമിങ്ങിലുള്ള സ്കില്ല്, പ്രത്യേകിച്ച് പൈത്തൺ ലാംഗ്വേജിലുള്ള സ്കില്ല് വേണം. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉള്ള സ്കില്ല് നന്നായിട്ട് അവിടെ വേണം. അങ്ങനെയുള്ളവർക്കാണ് ഈ AI ട്രാക്കിലേക്ക് പോകാൻ സാധിക്കുക. ഈ ഡേറ്റാ സയൻസ് ആൻഡ് എഐ ആർക്കൊക്കെ ആയിരിക്കും സൂട്ടബിൾ ആയിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം AI എന്ന് ഇപ്പൊ സൈബർ സെക്യൂരിറ്റി പോലെ ഒരു അട്രാക്റ്റീവ് വേർഡാണ് AI എന്ന് പറയുന്നത്. സാധാരണ 10th ക്ലാസ് കഴിയുമ്പോൾ തന്നെ സ്റ്റുഡൻസ് AI പഠിക്കണം എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ എന്താണ് അവിടെ വേണ്ട സ്കിൽസ് എന്ന് അറിയാതെയാണ് പലരും പോകുന്നത്. അപ്പൊ അവിടെ വേണ്ട സ്കിൽസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രോഗ്രാമിംഗ് നല്ലൊരു നോളജ് വേണം ഒരു AIയിലേക്ക് പോകണമെങ്കിൽ. മാത്തമാറ്റിക്കൽ സ്കിൽസ് വളരെ അത്യാവശ്യമാണ്. കാരണം മാത്തമാറ്റിക്കൽ സ്കിൽ ഇല്ലാതെ നല്ലൊരു AI എഞ്ചിനീയർ ആകാൻ പറ്റത്തില്ല. ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റയാണ് നമ്മൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോളജ് വേണം, ഒരു ഡേറ്റ മൈൻഡ് സെറ്റ് വേണം. അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് തീർച്ചയായിട്ടും ഈ AI ഫീൽഡിലേക്ക് സ്കോപ്പ് ഉള്ളത്. എല്ലാവർക്കും പറ്റുന്ന ഒരു ഏരിയ അല്ല ഇത്. ഈ ഡേറ്റാ സയൻസ് ആൻഡ് എഐന്റെ ട്രെയിനിങ് ട്രാക്കിനെ കുറിച്ചൊന്ന് പറയാമോ? ഡേറ്റ സയൻസ് അതും ഒരു ഒരു ട്രാക്ക് വളരെ വൈഡാണ്. IPSR കൊടുക്കുന്ന ഡേറ്റ വിഷ്വലൈസേഷൻ വേണ്ടവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു മോഡ്യൂളൊക്കെ ഡേറ്റ വിഷ്വലൈസേഷൻ ആണ്. അത് കഴിഞ്ഞ് അവർ കുറച്ചുകൂടെ ഡേറ്റയെ പറ്റി അറിഞ്ഞു. അടുത്ത ലെവലിലേക്ക് പോകുമ്പം പൈത്തൺ ഒക്കെ പഠിച്ച് മെഷീൻ ലേണിംഗിലേക്ക് പോകും. അപ്പോൾ അവിടെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ ബിൽഡ് ചെയ്യാനും അങ്ങനെയുള്ള ഒരു ലെവലിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക. അതിനും അപ്പുറത്തേക്ക് പോകുന്നവരാണ് AI. അത് കൂടുതലും നമുക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങൾക്കിപ്പം IPSR പുറത്തുനിന്ന് UK എന്നൊക്കെ US എന്നൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് കൂടുതലും AI-യിലാണ് അവർ ചെയ്യുക. കാരണം നമുക്ക് തന്നെ നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് അതിനകത്ത് അവർക്ക് ഒരു ലൈവ് എക്സ്പീരിയൻസ് കിട്ടുന്ന വിധത്തിലായിരിക്കും നമ്മുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ഒരു ലൈവ് എക്സ്പീരിയൻസ് കിട്ടി. അവർ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് അവർ കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഏറ്റവും മുമ്പിൽ നിൽക്കണം. കാരണം നമ്മുടെ ലൈവിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് അവരെ മെൻറ്ററി ഒക്കെ ചെയ്യുക. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന വിധത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.